ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഉപദേശത്തിന്റെ തിന്മയെ അതിജീവിക്കുവാനുള്ള ഉൾക്കരുത്ത് യേശുക്രിസ്തു വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള ഭാഗങ്ങൾ. ഉപദേശത്തിന്റെ തിന്മയെ അതിജീവിക്കുവാൻ ഉന്മാദത്തിലുള്ള നേതൃത്വത്തിന് പലപ്പോഴും സാധിക്കുന്നില്ല. എന്നാൽ യേശുക്രിസ്തു തന്റെ ഉൾക്കരുത്തുകൊണ്ട് ഉപദേശത്തിന്റെ തിന്മയെ അതിജീവിക്കുന്നു. ഉയർപ്പ് പെരുന്നാളിന് ശേഷം 5-ാമത്തെ ഞായറാഴ്ച, പുതുഞായറാഴ്ചയ്ക്ക് ശേഷം 4-ാമത്തെ ഞായറാഴ്ച, വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51 മുതൽ 62 വരെയുള്ള ഭാഗങ്ങളാണ്. ഈ വേദഭാഗം ആരാധനയ്ക്ക് വായനയ്ക്ക് വേണ്ടി തിരഞ്ഞെടുത്തത് സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു മുഖവര ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. സ്വർഗാരോഹണത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള പാരമ്പര്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലും വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലും വ്യക്തമായി പ്രതിപാദിക്കുന്നില്ല. എന്നാൽ വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലും അതുപോലെ തന്നെ വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായം 51-ാം വാക്യത്തിലും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം 51-ാമത്തെ വാക്യം തുടങ്ങുന്നത് തന്നെ തന്റെ ആരോഹണ കാലം അടുത്തപ്പോൾ യേശുക്രിസ്തു ഗലീലയിൽ നിന്ന് ശമരിയ വഴി യെരൂശലേമിലേക്ക് യാത്രയായി. കർത്താവിന്റെ കഷ്ടാനുഭവം, യെരൂശലേമിലെ മഹത്തരമായ സംഭവം, അത് മുഴുവനായി വിവരിക്കുവാനുള്ള ഒരു തലക്കെട്ടാണ് ആരോഹണ കാലം എന്നതിലൂടെ വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ് വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് ആരോഹണ കാലം തികയാറായപ്പോൾ അവർ യെരൂശലേമിലേക്ക്, he set his face to go to Jerusalem, അവൻ തന്റെ മുഖം യെരൂശലേമിലേക്ക് തിരിക്കുന്നു. മനോഹരമായ ഈ ഒരു തുടക്കമാണ് 9-ാം അധ്യായം 51-ാം വാക്യത്തിലെ ഈ ഒരു തുടക്കമാണ് ഈ വേദഭാഗം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം. അപ്പോസ്തോലിക പാരമ്പര്യത്തിലും ആദിമ സഭയുടെ പാരമ്പര്യത്തിലും യേശുക്രിസ്തുവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് വ്യക്തമായ പഠിപ്പിക്കൽ ഉണ്ടായിരുന്നു. അപ്പോസ്തോലിക പാരമ്പര്യത്തെ കുറിച്ച് ഇന്നത്തെ വേദഭാഗത്തിൽ, പ്രത്യേകിച്ച് ആരാധനയിൽ പൊതുലേഖനം വായിക്കുമ്പോൾ പരിശുദ്ധനായ പത്രോസ്ലീഹായുടെ 1-ാം ലേഖനം 3-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു എന്ന അപ്പോസ്തോലിക പാരമ്പര്യം ഭംഗിയായി വിവരിക്കുന്നു. അവൻ സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള, കർത്താവിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ചുള്ള അപ്പോസ്തോലിക സഭയുടെ പഠിപ്പിക്കൽ അതായിരുന്നു. അവൻ സ്വർഗത്തിലേക്ക് കയറി ദൈവത്തിന്റെ, പിതാവാം ദൈവത്തിന്റെ വലഭാഗി നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലകൊള്ളുന്നു എന്ന മനോഹരമായ പാരമ്പര്യം. ഇത് വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയോസ്, അദ്ദേഹമാണല്ലോ ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും എഴുതിയത്. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ സ്നേഹിതനായ തെയോഫിലോസിനെ അഭിസംബോധന ചെയ്ത് ലൂക്കോസ് എവൻഗേലിയോസ് ഇത് വിവരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, തന്റെ സുവിശേഷം എന്ന 1-ാമത്തെ ചരിത്രം അത് പരിശുദ്ധാത്മാവിനാൽ അപ്പോസ്തലന്മാർക്ക് കൽപ്പന കൊടുത്തിട്ട് യേശു ആരോഹണം ചെയ്ത നാൾ വരെ അവൻ ചെയ്തതും ഉപദേശിച്ചതും അതാണ് സുവിശേഷത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത്. അതിനുശേഷമുള്ള ആദിമ സഭയുടെ പ്രവർത്തനമാണ് ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ ധന്യനായ ലൂക്കോസ് എവൻഗേലിയോസ് അപ്പോസ്തല പ്രവർത്തികളിൽ വിവരിക്കുന്നത്. അവിടെ തന്നെ 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ യേശുക്രിസ്തു സ്വർഗാരോഹണം ചെയ്തത് വളരെ വ്യക്തമായി ലൂക്കോസ് എവൻഗേലിയോസ് അപ്പോസ്തല പ്രവർത്തികളുടെ ആദ്യ ഭാഗത്ത് തന്നെ വിവരിക്കുകയാണ്. 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, അവിടെ അവൻ സ്വർഗത്തിലേക്ക് കരേറിയെന്നും ശിഷ്യന്മാർ ആ സ്വർഗാരോഹണ ദൃശ്യം നോക്കി നിൽക്കുമ്പോൾ ദൂതന്മാർ വന്ന് അവൻ സ്വർഗത്തിലേക്ക് പോയതുപോലെ രണ്ടാമത് വരും എന്ന യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചും പ്രതിപാദിക്കുന്നു. ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചത് ഇത് മനോഹരമായ അപ്പോസ്തോലിക പാരമ്പര്യമാണ്. അതുപോലെ തന്നെ ആദിമ സഭയുടെ പാരമ്പര്യവുമാണ്. അതുകൊണ്ടാണ് വിശ്വാസ പ്രമാണത്തിൽ തിരുവിഷ്ടപ്രകാരം സ്വർഗത്തിൽ നിന്നിറങ്ങിയെന്നും
തിരുവിഷ്ടപ്രകാരം അവൻ സ്വർഗത്തിലേക്ക് കയറി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നുവെന്നും വിശ്വാസ പ്രമാണത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നു. വസ്ലേക്ക് ലഷ്മായോ വീസേബ് മെൻ യാമീനോ ദാബോയി. എത്ര മനോഹരമായിട്ടാണ് പിതാക്കന്മാർ ഈ ക്രമീകരണം, ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനം പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് അപ്പോസ്തോലിക പാരമ്പര്യത്തിലും ആദിമസഭയുടെ വിശ്വാസത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ് യേശു ക്രിസ്തുവിന്റെ സ്വർഗാരോഹണവും അതുപോലെ തന്നെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിനെ കുറിച്ചുള്ള പ്രതീക്ഷയും. ഇവിടെ യേശു ക്രിസ്തു തന്റെ ആരോഹണ കാലം അത് തികയാറായി എന്ന് മനസ്സിലാക്കിയപ്പോൾ താൻ പ്രവർത്തന നിരതമായി ഇരുന്ന ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് യാത്ര തിരിക്കുന്നു. ഗലീലയിൽ നിന്ന് യെരൂശലേമിലേക്ക് പോകുന്നത് ശമര്യ വഴിയാണ്. ലൂക്കോസ് എവൻഗേലിയോസ്തായുടെ വിവരണം അനുസരിച്ച് ശമര്യയിലൂടെ കടന്നു പോകുന്നതിന് കർത്താവിനെ എതിർപ്പുണ്ടാകാതിരിക്കുവാൻ, അതിനുള്ള ക്രമീകരണം ചെയ്യുവാൻ അദ്ദേഹം ദൂതന്മാരെ അയക്കുന്നു. എന്നാൽ ശമര്യർ യേശു ക്രിസ്തുവിനെ എതിർക്കുന്നു. കർത്താവിനെ സ്വീകരിക്കുവാൻ ശമര്യക്കാർ തയ്യാറല്ല. നമുക്കറിയാമല്ലോ, യഹൂദരും ശമര്യരും തമ്മിലുള്ള വർഗവിദ്വേഷം അത്രമാത്രം ശക്തമാണ്. യഹൂദ്യരെ ശമര്യയിൽ പ്രവേശിപ്പിക്കത്തില്ല. ശമര്യക്കാരെ തികച്ചും ഒരു നിഷേധാത്മക സാഹചര്യത്തിലാണ് യഹൂദന്മാരും കാണുന്നത്. പ്രത്യേകിച്ച് യെരൂശലേമിലേക്ക് പോകുന്ന യഹൂദൻ ശമര്യ വഴി കടന്നു പോകുവാൻ അവർ അനുവദിക്കത്തില്ല. അതുകൊണ്ട് യേശു ക്രിസ്തുവിനെയും ശമര്യർ എതിർക്കുന്നു. ഇവിടെയാണ് ഈ വേദഭാഗത്തിന്റെ ഒന്നാം ഭാഗം, പ്രത്യേകിച്ച് ഈ വർത്തമാന കാലഘട്ടത്തിൽ പ്രസക്തമായ വിഷയം. കർത്താവിനോട് ചേർന്ന് നിൽക്കുന്ന യാക്കോബും യോഹന്നാനും യേശു ക്രിസ്തുവിന് ഏറ്റവും വേണ്ടപ്പെട്ടവരാണ്. നമുക്ക് വേണമെങ്കിൽ പറയാം 12 അപ്പോസ്തലന്മാരിൽ ഇന്നർ സർക്കിളിൽ നിൽക്കുന്നവർ, കർത്താവിന്റെ ബന്ധത്തിൽപ്പെട്ടവർ. ഇത്രയും ശക്തമായി യേശു ക്രിസ്തുവിനോട് അടുത്തിടപഴകുവാൻ സാധിക്കുന്ന യാക്കോബും യോഹന്നാനും പറയുകയാണ്, ഏലിയാവ് ചെയ്തതുപോലെ ആകാശത്ത് നിന്ന് അഗ്നി ഇറക്കി ശമര്യക്കാരെ ദഹിപ്പിക്കണം. അതാണ് ഉപദേശം. സഹോദരങ്ങളെ, ഈ ഉപദേശം, ഇതിന്റെ സമ്മർദ്ദം അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്താണ് ഇതിന്റെ സമ്മർദ്ദം? ഒന്ന്, പറയുന്നത് യാക്കോബും യോഹന്നാനും കർത്താവിന് ഏറ്റവും വേണ്ടപ്പെട്ടവർ. അവർ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇന്നത്തെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മത രാഷ്ട്രീയ നേതൃത്വത്തിൽ തീരുമാനങ്ങൾ മുഴുവൻ എടുക്കാൻ ശക്തരായി നേതാവിനോട് കൂടെ നിൽക്കുന്നവർ. അവരാണ് പറയുന്നത് ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി കൊല്ലണം, നശിപ്പിക്കണം. അവിടെയാണ് യേശു ക്രിസ്തു ഈ ഉപജാപക വൃന്ദത്തിന്റെ ഉപദേശത്തെ ഉൾക്കരുത്തോടെ അതിജീവിക്കുന്ന മനോഹര ദൃശ്യം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നേതൃത്വം വഹിക്കുന്നവർ, അത് ആത്മീകമായാലും ലൗകികമായാലും, ഓർത്തിരിക്കേണ്ട വലിയൊരു സത്യം, നേതൃത്വത്തിന്റെ ഉൾക്കരുത്താണ് ഉപജാപക വൃന്ദത്തിന്റെ ഉപദേശത്തെ അതിജീവിക്കുവാൻ ശക്തി നൽകുന്നത്. യേശു ക്രിസ്തുവിന് തന്റെ യാത്രയെക്കുറിച്ച്, തന്റെ ജീവിതത്തിന്റെ ഉദ്ദേശത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് യാക്കോബും യോഹന്നാനും പറഞ്ഞിട്ടും യേശു ക്രിസ്തു ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല. രണ്ടാമത്, യഹൂദന്മാരായ യാക്കോബും യോഹന്നാനും അവരുടേതായ മതത്തിന്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് മതത്തിന്റെ ചരിത്രബോധം അത് ഉദ്ധരിച്ചുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത്, ഏലിയാവ് ചെയ്തതുപോലെ. അപ്പോൾ യേശു ക്രിസ്തുവിന് ഇതിനെ അവഗണിക്കുവാൻ സാധിക്കത്തില്ല. കാരണം യഹൂദ ചരിത്രത്തിൽ വളരെ പ്രസക്തമായ നേതൃത്വത്തിന്റെ മാതൃകയാണ്, ഉന്നതമായ നേതൃത്വത്തിന്റെ മാതൃകയാണ് ഏലിയാവ്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വാക്യങ്ങളിൽ ശമര്യയിലെ രാജാവായ അഹസ്യാവ്, അദ്ദേഹം കിളിവാതിൽ നിന്ന് വീണ് രോഗം പിടിച്ച് കട്ടിലിൽ കിടക്കുകയാണ്. അദ്ദേഹം ദൂതന്മാരെ അയക്കുന്നു. എങ്ങോട്ട് അയക്കുന്നു? എക്രോനിലെ ബേൽസബൂബ് എന്ന ദേവന്റെ അരികിലേക്ക് അരുളപ്പാടിനു വേണ്ടി, ഈ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുമോ എന്ന് അറിയുവാൻ വേണ്ടി അയക്കുന്നു. ഇത് തിശ്ബ്യനായ ഏലിയ പ്രവാചകൻ അറിഞ്ഞ് ആ ദൂതന്മാരോട് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു ചോദ്യം. അതാണ് രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 1-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ നിങ്ങൾ എക്രോനിലെ ദേവനായ ബേൽസബൂബിനോട് അരുളപ്പാട് ചോദിക്കുവാൻ പോകുന്നത്? ഇസ്രായേലിൽ ദൈവമില്ലാഞ്ഞിട്ടാണോ? ഇസ്രായേലിലെ ദൈവത്തെ നിന്ദിക്കുന്നവൻ, ഇസ്രായേലിലെ ദൈവത്തെ അവഗണിക്കുന്നവൻ, അവരെ കൊല്ലണം, ആകാശത്ത് നിന്ന് തീയിറക്കി കൊല്ലണം. അഹസ്യാവിനോട് ദൂതന്മാർ ചെന്ന് പറഞ്ഞു, ഏലിയാവ് ഞങ്ങളെ തടഞ്ഞു. അഹസ്യാവ് ഉടൻ തന്നെ
50 സൈന്യത്തെയും അതിന്റെ അധിപതിയെയും ഏലിയാവിനെ കൊണ്ടുവരാൻ വേണ്ടി അയക്കുന്നുണ്ട്. ആദ്യത്തെ 2 പ്രാവശ്യവും ദൈവപുരുഷ ഇറങ്ങി വരണം, രാജാവ് കൽപ്പിക്കുന്നു എന്ന അഹങ്കാരത്തോടെ 50 സൈന്യത്തിന്റെ തലവൻ ആജ്ഞാപിച്ചപ്പോൾ ആകാശത്തു നിന്ന് തീയിറങ്ങി 50 പേരെയും തലവനെയും നശിപ്പിച്ചു. ഇത് 2 പ്രാവശ്യം നടക്കുന്നു. എന്നാൽ 3-ാം പ്രാവശ്യം ചെല്ലുന്ന വ്യക്തി അദ്ദേഹം വളരെ ആദരവോടെ പ്രവാചകനെ ബഹുമാനിച്ച് പ്രവാചകനോട് അപേക്ഷിക്കുന്നു, എന്റെ പ്രാണനെ, എന്നോട് കൂടെയുള്ളവരുടെ പ്രാണന് ഹാനി വരുത്തരുതേ, അവിടെ നിന്ന് ഇറങ്ങി വരണം. ഏലിയ പ്രവാചകൻ ഇറങ്ങി വന്ന് അഹസ്യാവിനോടൊരു മടിയുമില്ലാതെ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി പറഞ്ഞു, എക്രോനിൽ നീ ദേവനെ, അരുളപ്പാടിനു വേണ്ടി ദേവനെ സമീപിച്ചുവെങ്കിൽ ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് നീ മനസ്സിലാക്കണം, അതുകൊണ്ട് ഈ രോഗത്തിൽ നീ മരിക്കും. ഈ ചരിത്രം യഹൂദന്റെ പ്രചോദന കേന്ദ്രമാണ്, ഏലിയാവിന്റെ ഈ ചരിത്രം. അതുകൊണ്ടാണ് യോഹന്നാനും യാക്കോബും പറയുന്നത്, ശമരിയക്കാർ നിന്നെ എതിർക്കുന്നു, എതിർക്കുന്ന ശമരിയക്കാരെ ആകാശത്ത് നിന്ന് അഗ്നി ഇറങ്ങി ദഹിപ്പിക്കണം. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ചരിത്രത്തിന്റെ പിൻബലത്തോടെ തൊട്ടടുത്ത് നിൽക്കുന്നവർ നൽകുന്ന ഈ ഉപദേശം യാതൊരുവിധ ചാഞ്ചല്യവും ഇല്ലാതെ, യാതൊരുവിധ സമ്മർദ്ദവും ഇല്ലാതെ യേശു ക്രിസ്തു അതിജീവിക്കുന്നു. കർത്താവ് ചോദിക്കുന്നു, ഏതാത്മാവിൽ നിങ്ങൾ അധീരപ്പെട്ടിരിക്കുന്നു? അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, യഥാർത്ഥത്തിൽ ക്രിസ്തു മാർഗത്തിന്റെ മഹനീയത, യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ശ്രേഷ്ഠത, കർത്താവ് ലോകത്തെ പഠിപ്പിച്ച ദൈവീക ശുശ്രൂഷയുടെ അടിസ്ഥാനം വിവരിക്കുന്ന ഒരു വലിയ മനോഹര സന്ദർഭമാണിത്. ദുഷ്ടനെ നശിപ്പിച്ച് ശിഷ്ടരെ വീണ്ടെടുക്കുക. ഇതാണ് പ്രത്യേകിച്ച് ഭാരതത്തിലും ഹൈന്ദവ മതത്തിന്റെ തത്വശാസ്ത്രത്തിലും ഇത് ദർശിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തിൽ ദേവന്മാരുടെ കയ്യിൽ സർവസംഹാരികളായ ആയുധങ്ങളുണ്ട്. കാരണം ദുഷ്ടനെ നശിപ്പിക്കുക, ശിഷ്ടനെ രക്ഷിക്കുക. വൈര നിര്യാതനം, ദുഷ്ടന്മാരെ എതിർക്കുന്നവരെ നശിപ്പിക്കുക, ഇത് ലോകത്തിന്റെ ഒരു പൊതു സ്വഭാവമാണ്. എന്നാൽ യേശു ക്രിസ്തു ഈ കാഴ്ചപ്പാടല്ല ലോകത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഏതൊരു ശിഷ്യനും എതിർക്കുന്നവനെ ഒതുക്കുന്ന നേതാവിനെ ഇഷ്ടമാണ്. അതൊരു ഹരമാണ്. ഇന്നത്തെ നേതൃത്വത്തിന്റെ ചുറ്റും കൂടി നിൽക്കുന്ന ഈ ഫാൻ സമൂഹമെല്ലാം നേതാവിന്റെ കഴിവിനെ, നേതാവിന്റെ ശക്തിയെ വിലയിരുത്തുന്നത് എതിർക്കുന്നവനെ ഒതുക്കുവാൻ നേതാവിന് ശക്തിയുണ്ടോ? എന്നാൽ സഹോദരങ്ങളെ, എതിർക്കുന്നവനിൽ, ഏത് ദുഷ്ടനിലും നന്മയുടെ തീവ്രത മനസ്സിലാക്കുന്ന, നന്മയുടെ തുടിപ്പ് മനസ്സിലാക്കുന്ന മനുഷ്യ സ്നേഹത്തിന്റെ സ്ഥായിയായ ഭാവമാണ് നസ്രായക്കാരൻ യേശു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു യാക്കോബിന്റെയും യോഹന്നാന്റെയും ഉപദേശത്തിന്റെ സമ്മർദ്ദത്തെ അതിജീവിച്ച് അവരെ പുതിയൊരു മാർഗം, ആധുനികമായ ആധ്യാത്മിക ജീവിതത്തിന്റെ മാതൃക കർത്താവ് കാണിച്ചു കൊടുക്കുന്നു. കാരണം അവനവന്റെ മുഖം തിരിച്ചിരിക്കുന്നത് യെരൂശലേമിലേക്കാണ്. കേവലം യഹൂദന്റെ രക്ഷ മാത്രമല്ല, സർവ്വലോകത്തിന്റെയും രക്ഷയാണ് മനുഷ്യപുത്രനായ ദൈവത്തിന്റെ നിത്യനായ പുത്രനായ യേശു ക്രിസ്തുവിന്റെ ലക്ഷ്യം. അതൊരു പുതിയ മാർഗത്തിന്റെ വഴി തെളിയിക്കുകയാണ്. യഹൂദ മതത്തിന്റെ സങ്കുചിതത്വത്തിനപ്പുറമായി ജനപ്രീതി ലഭിക്കുവാനുള്ള, ജനസമ്മതി ലഭിക്കുവാനുള്ള നേതൃത്വത്തിന്റെ കാഴ്ചപ്പാടിനപ്പുറമായി യഥാർത്ഥത്തിൽ യേശു ക്രിസ്തു തന്റെ കഷ്ടാനുഭവത്തെ കുറിച്ചും താൻ ലോകത്തിലേക്ക് നൽകുന്ന മനോഹര വഴിയെക്കുറിച്ചും യേശു ക്രിസ്തു ഇവിടെ പഠിപ്പിക്കുകയാണ്. തന്നെ എതിർക്കുന്നവരിലും തന്നെ വേണ്ടാത്തവരിലും യേശു ക്രിസ്തു നന്മ ദർശിക്കുന്നു. നമുക്കറിയാം, പരസ്യ ശുശ്രൂഷയിലെ ഉപദേശത്തിൽ നല്ല ശമരിയക്കാരന്റെ ഉപമയും ശമരിയക്കാരിത്തി സ്ത്രീയോടുള്ള സംഭാഷണവും ജീവജലത്തെ കുറിച്ചുള്ള പ്രതിപാദനവും ഒക്കെ യേശു ക്രിസ്തുവിനെ യഹൂദന്റെ മനസ്സല്ല, യഹൂദരുടെ കാഴ്ചപ്പാടിലല്ല കർത്താവ് ശമര്യരെ കാണുന്നത്. അതുകൊണ്ട് ഉന്മാദ നേതൃത്വം, ഉപദേശത്തിന്റെ സമ്മർദ്ദം, അതിനെ അതിജീവിക്കുവാനുള്ള ഉൾക്കരുത്താണ് നസ്രായക്കാരൻ യേശു ഈ വേദഭാഗത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, യേശു ക്രിസ്തു ഫയർ ഫ്രം ഹെവൻ, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള അഗ്നിയാണ്. എന്നാൽ ഈ അഗ്നി സത്യത്തിൽ ദഹിപ്പിക്കുന്ന അഗ്നിയല്ല, മറിച്ച് ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. അവിടെയാണ് ഈ വേദഭാഗത്തിന്റെ രണ്ടാം വശം. യാക്കോബിന്റെയും യോഹന്നാന്റെയും മനസ്സിൽ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് നേതൃത്വം. എന്നാൽ യേശു ക്രിസ്തു അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്, അവരെ വ്യക്തമാക്കുന്നത് ദഹിപ്പിക്കുന്ന അഗ്നിയല്ല, ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്, പ്രചോദനം നൽകുന്ന അഗ്നിയാണ്,
പ്രകാശിപ്പിക്കുന്ന അഗ്നിയാണ്, രൂപാന്തരം വരുത്തുന്ന അഗ്നിയാണ്. യഥാർത്ഥത്തിൽ ആകാശം ചായിച്ച് ഇറങ്ങി വന്ന ദൈവപുത്രൻ, പിതാവിന്റെ മാർവിൽ നിന്ന് ഇറങ്ങി വന്ന കന്യകയുടെ ഉദരത്തിൽ വസിച്ച പ്രകാശം, അത് ദഹിപ്പിക്കുന്ന അഗ്നിയല്ല, മറിച്ച് ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. സ്വർഗാരോഹണം വരുന്ന വ്യാഴാഴ്ച 10 ദിവസം കഴിഞ്ഞ് പെന്തിക്കോസ്തി പെരുന്നാൾ. സഹോദരങ്ങളെ, യേശു ക്രിസ്തു ശിഷ്യന്മാരോട് യെരൂശലേം സംഭവം, ആരോഹണ കാലം, ആ യെരൂശലേം സംഭവത്തിന്റെ അവസാനമായി കർത്താവ് ശിഷ്യ സമൂഹത്തെ ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി കാത്തിരിക്കണം? പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കണം. 50-ാം പെരുന്നാളിൽ അഗ്നിനാളങ്ങളുടെ രൂപത്തിൽ, അഗ്നിനാവിന്റെ രൂപത്തിൽ സാധാരണക്കാരായ ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വസിച്ചത് ജ്വലിപ്പിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവിലാണ് ഞാനും നിങ്ങളും വളരേണ്ടത്. യഹൂദമതത്തിന്റെ സങ്കുചിത്വത്തിലല്ല, നേതൃത്വത്തിന്റെ തലതിരിഞ്ഞ മാർഗത്തിലല്ല, മറിച്ച് പരിശുദ്ധാത്മാവിന്റെ പ്രോജ്വലനത്തിൽ. അവിടെയാണ് ഈ വേദഭാഗത്തിന്റെ 3-ാം വശത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. പ്രത്യേകിച്ച് 59-ാം വാക്യം മുതൽ കർത്താവിനെ അനുധാവനം ചെയ്യാൻ വന്ന ഒരുപറ്റം ചെറുപ്പക്കാരെ കാണുന്നു. പ്രത്യേകിച്ച് 3 യുവാക്കളെ കുറിച്ച് പഠിപ്പിക്കുന്നു. ശിഷ്യത്വത്തിന്റെ മനോഹര ഭാവങ്ങൾ യേശു ക്രിസ്തു ഇവിടെ പ്രതിപാദിക്കുകയാണ്. കർത്താവ് ശമരിയക്കാരുമായി ഒരു കോൺഫ്രണ്ടേഷനെ, ഒരു ഏറ്റുമുട്ടലിൽ ഒരുങ്ങുന്നില്ല. യേശു ക്രിസ്തു സൗമ്യനായി മറ്റൊരു ഗ്രാമത്തിലൂടെ യെരൂശലേമിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ചോദിക്കുന്നത്, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. അനുധാവനം ചെയ്യുന്നവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുവാൻ വേണ്ടി ആധുനിക നേതൃത്വം വെമ്പൽ കൊള്ളുമ്പോൾ, ഇവിടെ ഒരു മനുഷ്യൻ, ഇവിടെ ഒരു നേതാവ് വ്യക്തമാക്കുന്നത്, പിന്തിരിയുക, അംഗങ്ങളെ ഉൾക്കൊള്ളുവാനും ആൾബലം കൂട്ടുവാനുമല്ല ശ്രമിക്കുന്നത്, പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുന്നു. എന്താണ് പറഞ്ഞത്? എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം. പക്ഷെ കർത്താവ് ആ യുവാവിനോട് പറയുന്നു, മനുഷ്യപുത്രന് തലചായിപ്പാൻ മണ്ണിനിടമില്ല. ആകാശത്തിലെ പക്ഷികൾക്ക് ആകാശമുണ്ട്, കുറുനരികൾക്ക് കുഴികളുണ്ട്, മനുഷ്യപുത്രന് തലചായിപ്പാൻ ഇടയില്ല. ഗോകുൽത്തായുടെ ഉത്തംഗ ശൃംഗത്തിൽ കുരിശാണ് വിശ്രമസ്ഥലം. അത് കർത്താവിന്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് യേശു ക്രിസ്തു ഓർമ്മിപ്പിക്കുന്ന ശിഷ്യത്വം, അതാണ് ഈ വേദഭാഗത്തിന്റെ 3-ാമത്തെ ഭാഗം. ജ്വലിക്കുന്ന അല്ലെങ്കിൽ ജ്വലിപ്പിക്കുന്ന അഗ്നിയുടെ ശുശ്രൂഷക്കാരാകുവാൻ സന്നദ്ധരാണോ? പ്രചോദനം നൽകുന്ന അഗ്നിയുടെ ശുശ്രൂഷക്കാരാകുവാൻ സന്നദ്ധരാണോ? ഓർത്തഡോക്സ് സഭയുടെ മഹനീയമായ ആരാധന പാരമ്പര്യത്തിൽ സഹോദരങ്ങളെ, ഒരു വൈദികൻ സ്രോപ്പെ മാലാഖ യാഗപീഠത്തിൽ നിന്ന് പൊടിൽ കൊണ്ട് തീക്കനലെടുത്ത് കയ്യിൽ പിടിച്ചു. അഗ്നിയുടെ ശുശ്രൂഷ, അഗ്നി കയ്യിൽ പിടിക്കുന്ന ശുശ്രൂഷ, അത് മുഖാന്തരം ശുദ്ധീകരണം നിർവഹിക്കുന്ന, ജീവനെ അന്വേഷിക്കുന്ന ശുശ്രൂഷ, അതാണ് ശിഷ്യത്വത്തിന്റെ മഹനീയത. അതുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്. കർത്താവ് ഈ യുവാവിനെ പ്രത്യേകിച്ച് അവന്റെ മനസ്സിലുണ്ട്, എവിടെ പോയാലും ശക്തമായ ഒരു നേതൃത്വമാണ് യേശു, കഴിവുകളുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് കർത്താവ് പോകുന്നതൊക്കെ അഭിവൃദ്ധിയുടെ സ്ഥലമായിരിക്കും. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ. എന്നാൽ യേശു ക്രിസ്തു പറഞ്ഞു, മനുഷ്യപുത്രന് തലചായിപ്പാൻ മണ്ണിനിടമില്ല, ഭൂമിയിൽ സ്ഥലമില്ല. ഈ തിരസ്കരണവും അവഗണനയും നിനക്ക് സഹിക്കാമോ? എങ്കിൽ ജ്വലിപ്പിക്കുന്ന അഗ്നിയുടെ ശുശ്രൂഷകനാകും. അതുപോലെ തന്നെ വളരെയധികം പ്രമാദമായി എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ വിഷമമുള്ള ഒരു വാക്യമാണ് 60-ാമത്തെ വാക്യം. മറ്റൊരുവനോട് നീ എന്നെ അനുഗമിക്കുക എന്ന് കർത്താവ് പറഞ്ഞു. അവൻ മറുപടി പറയുന്നത്, എന്റെ പിതാവിനെ അടക്കം ചെയ്യുവാനൊന്ന് അനുവദിക്കണം. അവിടെയാണ് യേശു ക്രിസ്തു പറയുന്നത്, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ, നീയോ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്യുക. യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ വളരെ വ്യത്യസ്ത തലങ്ങളിൽ ഈ വേദഭാഗത്തെ വ്യാഖ്യാനിക്കാം. ഒന്നാം, യേശു ക്രിസ്തു പറയുന്നത്, കർത്താവ് പറയുന്നതിന്റെ ആത്മീയ അർത്ഥതലം, യഥാർത്ഥത്തിൽ ക്രിസ്തുവിനെ അനുധാവനം ചെയ്തവർ ജീവനുള്ളവരാണ്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം 1-ാം വാക്യത്തിൽ അതിക്രമത്താലും പാപത്താലും മരിച്ചവർ, ആ അർത്ഥതലത്തിൽ സ്പിരിച്വലി ഡെഡ്, ആധ്യാത്മികമായി മരിച്ചവർ, അവരുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ എന്നൊരു സാധാരണ അർത്ഥത്തിൽ ചിന്തിക്കാം. രണ്ടാമത് ചിലരെ ഓർമ്മിപ്പിക്കുന്നത്, യേശു ക്രിസ്തു യഹൂദന്മാരുടെ ഇടയിൽ നിലനിന്ന ഒരു പഴഞ്ചൊല്ല്, ഒരു സെയിം, ഒരു ഇഡിയം, അത് യേശു ക്രിസ്തു ഉപയോഗിക്കുകയാണ്.
ഉത്തരവാദിത്വം, ആധ്യാത്മിക ഉത്തരവാദിത്വത്തിന് മുൻതൂക്കം കൊടുക്കണം. ദൈവം ഭരമേൽപ്പിച്ചത് ആദ്യം ചെയ്യണം. മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ അടക്കം ചെയ്യട്ടെ. മറ്റുള്ള ബന്ധങ്ങളല്ല, അതിലുപരിയായിട്ടുള്ളത് ദൈവിക പ്രവൃത്തിയാണ്. എന്നാൽ അല്പം കൂടെ വിശദമായ ഒരു അർത്ഥം യഹൂദ പാരമ്പര്യത്തിലുണ്ട്. പ്രത്യേകിച്ച് യഹൂദന്മാരുടെ ശവസംസ്കാര ക്രമീകരണത്തിൽ ഒന്നാമത്, ഒരു മൃതശരീരം സംസ്കരിച്ചു കഴിഞ്ഞാൽ അതൊരു ടെമ്പററി ബറിയലാണ്, ഒരു താൽക്കാലിക അടക്കം. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് ആ അസ്ഥികൾ ശേഖരിച്ച് ഒസേറിയം എന്ന അസ്ഥികൾ അടക്കം ചെയ്യപ്പെടുന്ന ഒരു പേടകത്തിൽ സൂക്ഷിക്കുന്ന പതിവുണ്ട്. അതിനുവേണ്ടി 1 വർഷം ഒരു പുത്രൻ പിതാവിന്റെ സംസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു പാരമ്പര്യമുണ്ട്. ആ പാരമ്പര്യത്തിലായിരിക്കാം ചിലപ്പോൾ ഈ യുവാവ് പറയുന്നത്. അവിടെയാണ് യേശുക്രിസ്തുവിന്റെ മറുപടിയുടെ പ്രസക്തിയും. നമുക്ക് ചിന്തിക്കാം സഹോദരങ്ങളെ, ജ്വലിപ്പിക്കുന്ന അഗ്നിയുടെ ശുശ്രൂഷകർ എന്ന ശിഷ്യത്വ ബോധം അത് അഭിവൃദ്ധിയെ അതിജീവിക്കണം, ബന്ധങ്ങളെ അതിജീവിക്കണം. അവിടെ റെസ്പോൺസിബിലിറ്റി, പ്രോസ്പെരിറ്റി, അതുപോലെ തന്നെ റിലേഷൻസ്, ഈ 3നെയും അതിജീവിക്കുന്ന ഒരു മഹനീയ മാർഗം. ഇത് വെല്ലുവിളിയുള്ള മാർഗമാണ്. ഈ വെല്ലുവിളിയുള്ള മാർഗത്തിലേക്കാണ് യേശുക്രിസ്തു നമ്മെ വിളിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ചെറുപ്പക്കാരൻ, നീ എനിക്കൊരു അനുവാദം തരണം. ആ അനുവാദം തന്നാൽ എന്റെ പിതാവിനെയോടെ ചെന്ന് അനുവാദം ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്റെ പിന്നാലെ വരാം. ഏലിയാവും ഏലീശായും പഴയ നിയമ പാരമ്പര്യത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിന്റെ നല്ല മാതൃകയാണ്. ഏലീശായിക്ക് ഏലിയാവ് അനുവാദം കൊടുക്കുന്നുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാം അധ്യായം 20-ാം വാക്യത്തിൽ പിതാവിനെ ചുംബിച്ചിട്ട് ഏലീശ തിരികെ വന്ന് ഏലിയാവിനെ അനുധാവനം ചെയ്യുന്നു. ഏലിയ അതിന് അനുവാദം കൊടുക്കുന്നുണ്ട്. എന്നാൽ യേശുക്രിസ്തു അനുവാദം കൊടുക്കുന്നില്ല. കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിൻപോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല. പുതിയ നിയമ ശുശ്രൂഷയുടെ ശിഷ്യന്മാർ, അവർ സത്യത്തിൽ ഉത്തരവാദിത്തങ്ങളെയും ബന്ധങ്ങളെയും അഭിവൃദ്ധിയെയും ഇന്നത്തെ ലോകത്തിന്റെ പ്രോസ്പെരിറ്റിയെയും റെസ്പോൺസിബിലിറ്റിയെയും ഒക്കെ അതിജീവിക്കുവാനുള്ള വെല്ലുവിളിയുടെ ശിഷ്യത്വം. അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ വാചകത്തിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ ജ്വലിപ്പിക്കുന്ന അഗ്നിയുടെ വാഹകരായി, ശുശ്രൂഷകരായി ആ ശിഷ്യത്വത്തിന്റെ മഹിമയിലേക്ക് കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്ന എത്രയോ മനോഹരമായ അർത്ഥതലങ്ങളാണ്. ഒന്നാമത്, ഉന്മാദ നേതൃത്വം ഉപദേശത്തിന്റെ തള്ളലിൽ ഉത്തരവാദിത്വത്തിന്റെ വിശുദ്ധി മറക്കുന്നു. ഉന്മാദ നേതൃത്വം ഉപദേശത്തിന്റെ തള്ളലിൽ ഉത്തരവാദിത്വത്തിന്റെ വിശുദ്ധി മറക്കുന്നു. അത് ഇന്നിന്റെ വെല്ലുവിളിയാണ്. കർത്താവ് അതിജീവിച്ചു. ചരിത്രപരമായും ബന്ധത്തിലും യാക്കോബും യോഹന്നാനും നൽകിയ ഉപദേശത്തെ കർത്താവ് അതിജീവിച്ചു. കാരണം കർത്താവിന് തന്റെ മാർഗത്തെക്കുറിച്ച്, തന്റെ വഴിയെക്കുറിച്ച്, തന്റെ ശുശ്രൂഷയെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. യേശു ക്രിസ്തു ദഹിപ്പിക്കുന്ന അഗ്നിയല്ല, ജ്വലിപ്പിക്കുന്ന അഗ്നിയാണ്. യഥാർത്ഥ ശിഷ്യൻ ജ്വലിപ്പിക്കുന്ന അഗ്നിയുടെ ശുശ്രൂഷകനാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.